ഗസയിൽ സമാധാനം കൊണ്ടുവരാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച പദ്ധതിയിൽ തങ്ങളുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുകയാണ് ഹമാസ്. ഈജിപ്തിലെ ഷർം അൽ ഷെയ്ഖിൽ നടന്ന 2ാം ദിവസത്തെ ചർച്ചയിലാണ് ഹമാസ് ആവശ്യങ്ങൾ ഉന്നയിച്ചത്. ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും പിൻവാങ്ങുക, സ്ഥിരം വെടിനിർത്തൽ, ഗസയിലേക്ക് മനുഷ്യത്വ സഹായവും ദുരിതാശ്വാസ വസ്തുക്കളും നിയന്ത്രണമില്ലാതെ കടത്തിവിടുക, പലായനം ചെയ്യപ്പെട്ട ആളുകളെ അവരവരുടെ നാട്ടിൽ തിരികെ എത്താൻ അനുവദിക്കുക, ഗസയുടെ പൂർണ്ണമായ പുനർനിർമ്മാണം എത്രയും വേഗം തുടങ്ങുക, പുനർനിർമ്മാണത്തിന് ടെക്നോക്രാറ്റുകളുടെ ഫലസ്തീൻ ദേശീയ ബോഡി മേൽനോട്ടം വഹിക്കുക, തടവുകാരെ കൈമാറുക, ഇവയ്ക്കാണ് ഹമാസ് മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ. ഹമാസ് വക്താവ് ഫൗസി ബർഹമാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഗസയിലെ തങ്ങളുടെ ജനങ്ങൾക്ക് ആശ്വാസമാകുന്ന പദ്ധതികൾ അംഗീകരിക്കാതെ കരാറിൽ ഏർപ്പെടാനാകില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിൽ ഇസ്രായേൽ സേനയുടെ ഗസയിൽ നിന്നുള്ള പൂർണ്ണ പിന്മാറ്റം, ബന്ദികളെ മോചിപ്പിക്കൽ, സ്ഥിരം വെടിനിർത്തൽ, പുനർനിർമ്മാണം, തടവുകാരുടെ കൈമാറ്റം തുടങ്ങിയവ US പ്രസിഡന്റിന്റെ പദ്ധതിയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ വട്ടമേശ ചർച്ച തടസ്സപ്പെടുത്താൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ശ്രമിക്കുന്നുണ്ടെന്നും ഫൗസി ബർഹം ആരോപിച്ചു. അമേരിക്കയുടെ പൂർണ്ണ പങ്കാളിത്തത്തോടെയാണ് ഗസയിലെ ആക്രമണമെന്നും ക്രൂരമായ സൈനിക നടപടിയാണ് ഗസയിൽ നടക്കുന്നതെന്നും ഹമാസ് വക്താവ് പറഞ്ഞു. ഇതിന് US പരിധിയില്ലാത്ത പിന്തുണ നൽകുന്നുണ്ടെന്നും ഹമാസ് വക്താവ് വ്യക്തമാക്കി. ഷർം അൽ ഷെയ്ഖിൽ നടന്ന ചർച്ചയെക്കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി പ്രതികരിച്ചിട്ടില്ല. ഗസയിലെ ആക്രമണം അവസാനിപ്പിക്കുക, ബന്ദികളെ മോചിപ്പിക്കുക, രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളിലാണ് തങ്ങൾ മുൻതൂക്കം നൽകുന്നതെന്നും US സംഘം വ്യക്തമാക്കി. വിഷയത്തിൽ ഈജിപ്ത് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. നിരവധി കാര്യങ്ങൾ പരിഹരിക്കേണ്ടതുണ്ടെന്നും പെട്ടെന്നൊരു കരാർ ഉണ്ടാക്കുക പ്രയാസമാണെന്നും മധ്യസ്ഥരായ ഖത്തറും വ്യക്തമാക്കി. Waytonikah.com, the exclusive Muslim matrimonial site.